കൊല്ലം മൈനാഗപ്പള്ളിയിൽ 45 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു യുവതിയുടെ ദേഹത്ത് കൂടെ കാറ് കയറ്റിയിറക്കി കൊല ചെയ്യപ്പെട്ട ആ ഒരു വാർത്ത ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്തയിലും മറ്റുമെല്ലാം ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അത് തന്നെയാണ് അല്ലെ. ആ കാർ ഓടിച്ചിരുന്ന സമയത്ത് അതിലൊരു പയ്യനും അതുപോലെ തന്നെ ഒരു യുവതി ഡോക്ടറുമാണ് ഉണ്ടായിരുന്നത്. അവര് ആ ഒരു സംഭവം നടന്ന അപ്പോൾ തന്നെ ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടി ആ ഒരു സമയത്ത് തന്നെ അവർ കാറ് മുന്നോട്ടും ബാക്കോട്ടും എടുത്തിട്ട് ആ യുവതി വാഹനത്തിന്റെ താഴെ ഭാഗത്തുണ്ട് എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവരത് ക്രൂരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. ഈ കുഞ്ഞുമോളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ക്യാൻസറുമായിട്ട് പൊരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അല്ലെ. അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് അവരുടെ വീടിന് മുന്നിൽ തന്നെ അവർക്കൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടയിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ബന്ധുവായിട്ടുള്ള ഫൗസിയ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ സ്കൂട്ടിയിൽ പോവുകയായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ റോഡ് ക്രോസ് ചെയ്യാണ്. ആ സമയത്ത് ഫൗസിയ ചുറ്റുപുറം നോക്കിയിട്ടുണ്ടായിരുന്നു, തന്റെ ചുറ്റിനും വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ. വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അവർ വാഹനം മുന്നോട്ടേക്ക് എടുത്തത്. പക്ഷെ എന്നാൽ ഏതോ ഒരു സൈഡിലൂടെ ഈ ഒരു കാർ ഇങ്ങനെ ദിശ തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് കാറ് വരികയായിരുന്നു എന്നാണ് ഫൗസിയ പറയുന്ന കാര്യങ്ങൾ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആ ദിശ തെറ്റി വന്ന റോങ് സൈഡിലൂടെ വന്ന ആ ഒരു കാറ് ഇവരുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വീണു എന്നുള്ളതാണ്. അതിൽ ഈ കുഞ്ഞുമോള് വീണത് ഈ കാറിന്റെ മുൻവശത്തേക്കായിരുന്നു. അവരുടെ തലമുടിയൊക്കെ അപ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ വീണ സമയത്ത് തന്നെ കാർ അവിടെ നിർത്തിയിട്ട് അവർ ഇറങ്ങി അതെന്താണെന്ന് നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാർ മുന്നോട്ടേക്ക് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞുമോളെ ഇപ്പൊ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരെന്താണ് ചെയ്തത്? ആളുകളെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ആളുകൾ നമ്മെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട്, അതായത് കാറിലുള്ള ആ ഒരു പറയപ്പെടുന്ന അജ്മൽ അതുപോലെ തന്നെ ശ്രീകുട്ടി, ഇതാണ് അവരുടെ പേര് വരുന്നത്. അപ്പോൾ അവരെ എന്തെങ്കിലും നാട്ടുകാർ ചെയ്യുമെന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു? കാർ മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ എടുത്തിട്ട് ആകെ വെപ്രാളപ്പെട്ട് കാർ എടുത്ത് പോയി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ മുന്നിൽ കിടന്നിരുന്ന ആ ഒരു കുഞ്ഞുമോളുടെ ദേഹത്ത് കൂടെ കാറ് കയറി ഇറങ്ങി പോയി എന്നുള്ളതാണ്. ശ്വാസകോശത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ നട്ടെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആ കാറിൽ 2 വ്യക്തികളാണ് ഉണ്ടായിരുന്നത് അല്ലെ, അജ്മൽ അതുപോലെ തന്നെ ശ്രീകുട്ടി. രണ്ടുപേരും നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ലഹരിക്ക് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നത്. എന്നാൽ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു യുവതി അതൊരു ഡോക്ടർ ആയിരുന്നു അല്ലെ. ഏതൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാര്യം നടക്കുന്ന സമയത്ത്, ഇങ്ങനെയൊരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവർക്കാണ് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മൾ പൊതുജനങ്ങൾ കൂടി നിൽക്കുന്നതിനുപരി അവർ ഇറങ്ങിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ, ആ ആ വീണ സ്ത്രീക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ ആളുകൾ ഇത് അറിയും, അല്ലെങ്കിൽ അവരുടെ കാറിനകത്ത് മറ്റു പല ലഹരി പദാർത്ഥങ്ങളുണ്ടോ അതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഏതായാലും ആ യുവതി ഡോക്ടറാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷെ ആ യുവതി ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, നീ കാർ എടുത്ത്, അജ്മലിനോട് പറയുകയാണ്, നീ കാർ എടുത്ത് മുന്നോട്ടേക്ക് പോയെന്നല്ലേ. ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? അവര് കാറൊക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ 8 കിലോമീറ്റർ അങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് കാറ് നിർത്തിയിടുകയാണ്. അവിടെ നിന്നും ഇവർ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് തന്നെ അജ്മലിനെ കുറെ അധികം ആളുകൾ മർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് പോലീസ് പിടിക്കപ്പെട്ടു. ആളുകൾ തന്നെ അവരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊരു കേസും കൂട്ടമായിട്ട് ഇപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് 2 പേർക്കുമെതിരെ കേസ് എടുത്തിട്ടുണ്ട് അല്ലെ. ഏതായാലും ഇതുമായി സംബന്ധിച്ച് അന്ന് ആ ഒരു സ്കൂട്ടർ ഓടിച്ചിരുന്ന ആ ഒരു ഫൗസിയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. അപ്പുറത്തെ കടയിൽ പോയതാ, ഞാനും ചേട്ടത്തിയും കൂടിയാണ് പോയത്. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോയെന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നെന്നൊന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചിടുമായിരുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊരു സൈഡിലേക്ക് വീണു. ചേട്ടത്തി ആ കാറിൻ്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത്. ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ്, പക്ഷെ എന്തോ പിന്നെയോ കാറ് കയറി ഇറങ്ങി അങ്ങ് പോയതങ്ങ് അതിവേഗത്തിലാണ് വന്നത്. എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. എന്താ വണ്ടി നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താണ് വന്നത്. ഒട്ടും ബാലൻസ് ഇല്ലാത്ത രീതി. തീർച്ചയായിട്ടും ഇവർ എന്തോ ഒരു ആവശ്യ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കടയിൽ നിന്നും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ വാഹനം എടുക്കുന്നത്. വാഹനം ഓടിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല ഫൗസിയ. അങ്ങനെ അവരെന്ത് ചെയ്തു? റോഡിന്റെ ഇരുവശവും നോക്കിയിട്ടാണ് ഇവർ റോഡ് ക്രോസ് ചെയ്യുന്നത്. ആ സമയത്ത് ദിശ തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞിട്ടാണ് ആ ഒരു വാഹനം വരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് അപ്പോൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ കാർ അങ്ങനെ വരുന്നത് അല്ലെ. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ലക്കും ലെവലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന എത്രയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടാണ് ആ ഒരു വാഹനം വരുന്നത്. അതിനുള്ളിലുള്ള ആ ഡ്രൈവർ ലെക്ക് കെട്ടിട്ടാണ് വാഹനം ഓടിക്കുന്നത്.
അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു പാവം യുവതിയുടെ ജീവിതം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു നിരപരാധിയായിട്ടുള്ള യുവതി ഇവിടെ എന്തെങ്കിലും തെറ്റവർ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഒരുപക്ഷെ അവരെ രക്ഷിക്കാമായിരുന്നു. ആ കാറൊന്ന് നിർത്തിയിട്ട് അവരിറങ്ങിയിട്ട് എന്താണ് സംഭവം എന്ന് നോക്കിയിരുന്നെങ്കിൽ അവിടെ കൂടിയ ജനങ്ങൾ അവരുടെ കാല് പിടിച്ച്, അതായത് അവരോട് കെഞ്ചി പറഞ്ഞതാണത്രേ, നിങ്ങൾ വാഹനം എടുക്കല്ലേ, നിർത്തി എന്ന് പറഞ്ഞതാണത്രേ. അപ്പോഴാണ് യുവതി ഡോക്ടർ പറയുന്നത് നിങ്ങൾ കാർ എടുത്തിട്ട് പോ എന്ന് യുവതി ഡോക്ടറാണ് പറയുന്നത്. ഒരുപക്ഷെ ആളുകൾ അവരെ പഞ്ഞിക്കിടുമെന്ന് പേടിച്ചിട്ടാകാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കാറിൽ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് വാഹനം എടുത്തവർ പോയത്. ഏതായാലും ഇപ്പൊ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിത ചരിത്രം തന്നെ ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിത ചരിത്രമൊക്കെ എന്തിനാണ് പുറത്തു വിടുന്നത് എന്ന് ഞാൻ പേഴ്സണലിയോട് ആലോചിച്ചു പോവുകയാണ്. ഏതായാലും നമുക്ക് ന്യൂസുകാർ ഇതുമായി സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട്. നമുക്കതൊരു ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 18-ാം വയസ്സിൽ ഒളിച്ചോട്ടം, മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി. MBBS പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ശ്രീകുട്ടി. വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടുമായി. പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ്. നെയ്യാറ്റിൻകര വഴുത്തൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ. ഷാജിയുടെ 2ാം വിവാഹമായിരുന്നു ഇത്. ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത്. അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി. തുടർന്ന് കോയമ്പത്തൂരിൽ പോയി MBBS പഠിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല. മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു. 1 വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത്. അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി. ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു. ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി. മദ്യസൽക്കാരവും മറ്റ് ലഹരി ഭോഗങ്ങളും പതിവാക്കി. MDMA ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയത്. കരുനാഗപ്പള്ളി സ്വദേശി 29-കാരനായ അജ്മൽ, ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ 27-കാരിയായ ശ്രീകുട്ടി എന്നിവരാണ് പ്രതികൾ. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവാഹമോചിതയായ ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ പരിചയപ്പെട്ടത് 6 മാസം മുൻപ് മാത്രമാണ്. ആശുപത്രിയിൽ വെച്ചായിരുന്നു പരിചയത്തിലായത്. താനൊരു നൃത്ത അധ്യാപകനാണെന്നാണ് ബന്ധം സ്ഥാപിക്കുന്നതിനായി അജ്മൽ ശ്രീകുട്ടിയോട് പറഞ്ഞത്. ഇരുവരും തമ്മിൽ അധികം വൈകാതെ തന്നെ നല്ല സൗഹൃദത്തിൽ ആകുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് നൃത്ത പഠനത്തിന് പോകുകയും ചെയ്തിരുന്നു. വിവാഹിതയായിരുന്ന ശ്രീകുട്ടി ഈ ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷമാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. അജ്മലിനെതിരെ മുൻപ് 8 കേസുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. മോഷണം, പൊതുമുതൽ നശിപ്പിക്കൽ, വഞ്ചന തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ ഒരു യുവതി, അതായത് ഡോക്ടറാണല്ലോ, അവര് ലഹരിക്ക് അഡിക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് അല്ലെ. കൂടാതെ അവര് 18-ാം വയസ്സിൽ ഒരു വട്ടം ഒളിച്ചോടിയിട്ടുണ്ട്. അതിൽ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് MBBS പഠിക്കാൻ പോകുന്നു. പിന്നീട് വേറൊരു വിവാഹം കഴിക്കുന്നു. അങ്ങനെ ആ വിവാഹം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയില്ല. അവർ ഡിവോഴ്സ് ആകുന്നു. അതിനുശേഷം അജ്മലിനെ പരിചയപ്പെടുകയാണ് അല്ലെ. അജ്മലിനെ പരിചയപ്പെട്ട് ഏകദേശം 2 മാസം എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും 8 ലക്ഷം രൂപ എങ്ങാണ്ട് അജ്മലിന് ഈ ഒരു ശ്രീകുട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ വെറും ഒരു 2 മാസം കൊണ്ടൊക്കെ 8 ലക്ഷം രൂപ എങ്ങാണ്ട് കൈമാറുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സൗഹൃദം അത്രത്തോളം വലുതാണോ എന്ന് നമ്മളോട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതില് 2 പേർക്കെതിരെയും ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ട്. നരഹത്യ കേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാഹനം ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ മദ്യപിച്ചിട്ടാണെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് പല വ്യക്തികളും കടന്നു വരാറുണ്ടല്ലേ. പോലീസ് പിടിക്കപ്പെട്ടാൽ അവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇതുമായി സംബന്ധിച്ച് ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മദ്യപിച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളുകൾക്ക് വെറും ചെറിയ തുകയൊന്നും ഫൈനായിട്ട് കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെറ്റി കേസോ കാര്യങ്ങളൊന്നും കൊടുത്താൽ പോരാ. അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ പിഴയായിട്ട് നൽകണം. എന്നാൽ മാത്രമേ അവർക്ക് ഇനി ഇത്തരത്തിലുള്ള ക്രൂരതകൾ നിർത്തുകയുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പിഴയായിട്ട് വരണം. പിന്നെ കൂടാതെ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. എന്നാൽ മറ്റുള്ള MDMA പോലെയുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നൊക്കെ അടിച്ച് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയും? അതിനുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഒരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വരുന്ന ആളുടെ വാഹനത്തിലോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ ഫൈനോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. പക്ഷെ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് വരുന്ന ഒരു വ്യക്തി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാൻ സാധിക്കില്ല. നമുക്ക് അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
അതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. അതായത് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചു വരുന്ന ഒരു വ്യക്തി, അവനെ പരിശോധിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും അവൻ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഇവിടെ വരണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഇനി ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും കുഞ്ഞുമോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടം തോന്നിക്കുന്ന ഒരു കാര്യമായിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ യുവതി ഡോക്ടർ എന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു അല്ലേ. വാഹനം നിർത്തി ഞാനൊന്ന് നോക്കട്ടെ എന്താണ് പറ്റിയത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വാഹനം നിർത്തിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വാഹനം പിറകോട്ടെടുത്ത് അവർ അതിൻ്റെ അടിയിൽ നിന്നും എടുത്തിട്ട് അവർ നേരെ പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇത്രത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല അല്ലേ. ആ കുഞ്ഞുമോള് ഇപ്പോൾ ഒരു പ്രശ്നവും സംഭവിച്ചില്ലായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. ലഹരി തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇതിനെതിരെ ലഹരി അടിച്ചു വരുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടെ കൊണ്ടുവരികയാണെങ്കിൽ എത്രയും നല്ലത് എന്ന് മാത്രമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.